ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കടായി ചിക്കൻ. വളരെ രുചിയുള്ള ഒരു കടായി ചിക്കനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഇനി നമുക്കൊരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ 1/2 കിലോ ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3 വലിയ ടേബിൾ സ്പൂൺ വിനാഗിരി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി കൈവച്ച് നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അത് നമുക്ക് ചൂടായാൽ അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാറ്റിവെച്ച ചിക്കൻ എടുത്ത് ഓരോ പീസുകളായി എടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഓരോന്നും ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇത് ഒരു ഭാഗം മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാ പീസുകളും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഇവിടെ ഒരു ചിക്കൻ പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. മസാലയെല്ലാം നന്നായി പിടിച്ചത് കൊണ്ട് ഓരോന്നോരോന്നായി നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും, ഒട്ടിപ്പിടിക്കില്ല. ഇനി നമുക്കൊന്ന് ഇതൊന്ന് മൂടി വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്ന് നല്ല സ്പൈസി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിത് കോരി മാറ്റാം. എല്ലാ ചിക്കനും കായം പുരട്ടിയ എല്ലാ ചിക്കനും നമുക്ക് ഇതുപോലെ കോരിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് കോഴി പൊരിച്ച വെളിച്ചെണ്ണയിൽ നിന്ന് 3 ടേബിൾ സ്പൂണോളം എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 3 സവാള കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേഗം വഴന്ന് കിട്ടാനായി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒന്നുകൂടി വഴണ്ടി വരാനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് കൂടി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ സവാള എല്ലാം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നന്നായി വഴണ്ടി വന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 2 പച്ചമുളക് നടു കീറിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്തതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ വെള്ളം വലിയുന്നത് വരെ നമുക്കിത് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പുതിന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികളൊന്ന് വറുത്തെടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഒരു 2 സെക്കൻഡോളം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി
1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി നമുക്കൊന്ന് ഈ പൊടികൾ വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുത്ത നമ്മുടെ എല്ലാ പൊടികളും 1 മിനിറ്റ് നേരം നമുക്കൊന്ന് ചെറുതീയിൽ വറുത്തെടുത്ത് നമുക്ക് നമ്മുടെ വഴറ്റി വെച്ച നമ്മുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമല്ലി, കുരുമുളക്, ഉണക്കമുളക്, ഗരം മസാലകൾ എല്ലാം കൂടി ഒന്ന് വറുത്തെടുത്തിട്ട് അങ്ങനെയും നമുക്ക് മസാലപ്പൊടികൾ തയ്യാറാക്കാം. ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല ഇറങ്ങുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഇളക്കിയ ഇതിലേക്ക് നമുക്കൊരു ക്യാപ്സിക്കൻ അരിഞ്ഞതും, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും, ഒരു 1/4 കപ്പ് തിളപ്പിച്ച വെള്ളവും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ചൂടുവെള്ളവും ക്യാപ്സിക്കവും സവാളയും ആവുന്ന വിധത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് അടച്ച് വെക്കാൻ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് നമുക്കിതിലേക്ക് പിഴിഞ്ഞ് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തക്കാളി സോസും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഇറക്കി വെക്കാം. നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡിയായി കഴിഞ്ഞു. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്